നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കണ്ടാൽ കൊതിക്കുന്ന ഒരു വാഹനത്തെയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. കൊതിക്കുന്നതെന്ന് പറഞ്ഞാൽ ആധുനികമായ വാഹനമൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ നമ്മുടെ റോഡുകളിൽ ഇറങ്ങിയാൽ താരമായി ആര് കണ്ടാലും നോക്കിപ്പോകുന്ന ഒരു വാഹനം. അത് ഒരു അംബാസഡർ മാർക്ക് 3 ആണ്. നമ്മുടെ ചാനലിൽ ഈ വാഹനം മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് ഏതാനും സെക്കൻഡുകൾ മാത്രമായിരുന്നു. അതായത് നമ്മൾ ഒരു ട്രാവലോഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അങ്കമാലി കൂടെ പോകുമ്പോൾ ഈ ഒരു വാഹനം കാണുകയും നമ്മളന്ന് നമ്മുടെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗംഭീരമായി രജിസ്റ്റർ ചെയ്തൊരു വാഹനം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് കുറച്ച് കാലമായി. അതിനുശേഷം ഇത് ആരുടെ വാഹനമാണെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു, ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു അല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നു. അത് എൻ്റെ വാഹനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉടമ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ ഉടമയെ അപ്പം തന്നെ നമ്മൾ പിടികൂടി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് ഈ നിൽക്കുന്ന ജോബി. നമസ്കാരം ജോബി. നമസ്കാരം. അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഈ വാഹനം ഒന്ന് അവതരിപ്പിക്കപ്പെടണം എന്നുള്ള കാര്യം. കാരണം ഞാൻ പൊതുവേ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒന്നാമത്തെ കാര്യം, മോഡിഫിക്കേഷൻ ഇവിടെ വലിയ പ്രശ്നമുള്ളൊരു സംഭവമാണല്ലോ. പക്ഷേ എങ്ങനെയാണ് മനോഹരമായിട്ട് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടൊരു വാഹനം, പഴയ വാഹനം റീസ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് കാണിക്കാവുന്ന ഒരു വാഹനമാണിത്. അതിമനോഹരമായിട്ടാണ് റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആരും കണ്ടാൽ കൊതിക്കും. ഞാനൊരു വലിയ അംബാസഡർ ഫാനൊന്നുമല്ല, കാരണം അംബാസഡറിൻ്റെ കാലത്ത് ജനിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കണ്ടു വളർന്ന ആളാണ്. സ്ഥിരമായി തലവേദന ഉണ്ടാക്കുന്ന വാഹനങ്ങളൊക്കെ ആയിരുന്നു അംബാസഡർ. അതുകൊണ്ട് ഞാനെൻ്റെ ഫാനൊന്നുമല്ല. പക്ഷേ ഈ വാഹനം കണ്ടാൽ ആരായാലും മിഴിയുള്ളവർ നോക്കി നിൽക്കും എന്ന് കവി പാടിയതുപോലെ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകും. അപ്പോൾ ഈ വാഹനം എടുത്ത കഥയും ഇത് രജിസ്റ്റർ ചെയ്ത കഥയും ഒക്കെയാണ് നമുക്ക് ജോബിയോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അംബാസഡറിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞെങ്കിലും ജോബി എന്നാണ് ഞാൻ ജിബുവിൻ്റെ പേര് പറഞ്ഞത്. അത് മാറ്റി പറയുകയാണ്, ജിബു എന്നാണ് കേട്ടോ. എപ്പോഴും തെറ്റിപ്പോകുന്നു, പ്രായമായി വരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കഥകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വാഹനത്തിന് ചുറ്റും ഒന്ന് നടന്ന് കാണാം. കാരണം അല്ലെങ്കിൽ കുറേ നേരങ്ങൾ കാത്തിരിക്കേണ്ടി വരുമല്ലോ വണ്ടിയുടെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ മാർക്ക് 3 എന്ന് പറയുന്നത് 75 തൊട്ട് 79 വരെയായിരുന്നു ഇന്ത്യൻ റോഡുകൾ ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റി പഠിച്ചിട്ട് വന്നാൽ കേട്ടോ ഇതൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടി. വളരെ പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു ആകെ 3-4 വർഷമേ ഇതിന് ആയുസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ 5 കൊല്ലത്തോളം പെട്ടെന്ന് തന്നെ മാർക്ക് 4 വന്നു. അപ്പോൾ അധികം കാലം ഉണ്ടായിരുന്നില്ല, കുറച്ച് മാറ്റങ്ങൾ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് നമ്മളൊരു അംബാസഡർ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ പോലെ അന്നത്തെ കാലത്തെ മാറ്റങ്ങളെന്നൊക്കെ പറയുന്നത് ഗ്രില്ലൊന്ന് മാറുക, ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻ മാറ്റുക, ഇതൊക്കെ ആയിരുന്നു. അതിനപ്പുറത്തേക്കൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അംബാസഡർ വന്നതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു മോഡൽ മാർക്ക് 3 ആയിരുന്നു എന്നാണ് അല്ലേ. മാർക്ക് 2 മോശമല്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ ഒരു മാറ്റം വന്നു. അതുപോലെ ബാക്കിൽ നമ്പർ പ്ലേറ്റിന്റെ പൊസിഷൻ മാറി, അങ്ങനെ എന്തൊക്കെയോ മാർക്ക് 3 മാർക്ക് 2 ആയിട്ട് ഗ്രില്ലിന്റെ വ്യത്യാസം, പിന്നെ പാർക്ക് ലൈറ്റിന്റെ വ്യത്യാസമുണ്ട്, പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ്, നമ്പർ പ്ലേറ്റ് ലൈറ്റ്, അങ്ങനത്തെ ചെറിയ ഡാഷ്ബോർഡും വ്യത്യാസമുണ്ട്. പഴയ സ്മിത്സിന്റെ മീറ്ററും ഒക്കെ ആയിട്ട് 5 മീറ്റർ വന്നു, 2 ഓവനിലത്തൊക്കെ. അപ്പോൾ ഇതിപ്പം ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഒരു ഷേപ്പാണ്. ഈ അംബാസഡർ എന്ന് പറയുന്നത് എടുത്തിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ആൾക്കാരുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പുള്ള, കൃത്യമായ ഷേപ്പുള്ള അംബാസഡർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ ചുറ്റുപാടും ഒന്ന് കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ കിടക്കാം. നമ്മുടെ നാട്ടിലെ ആണല്ലോ, കോട്ടയം വണ്ടിയാണല്ലോ. കോട്ടയം വണ്ടി അല്ലേ? ശരി. ഈ കോട്ടയത്ത് ആ കാലത്ത് ഈ പറഞ്ഞ പോലെ റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉള്ളവരെല്ലാവരും അംബാസഡർ വാങ്ങിയതൊരു പതിവുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ടാക്സി മുഴുവൻ അംബാസഡർ ആയിരുന്നല്ലോ. ടാക്സി ആയിരുന്നോ? ടാക്സി എന്തൊക്കെ പറഞ്ഞാലും ഒരു മാരകമായ ഡിസൈനാണ് കേട്ടോ ഈ സാധനത്തിൻ്റെ. ഒരു കാലാധിപത്യമായ ഡിസൈൻ എന്നൊക്കെ പറയാം. മാർക്ക് 3 എന്നുള്ള ബാഡ്ജിങ് ആണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അനുവദിക്കാത്ത കാര്യമാണ് ഈ മെറ്റൽ കൊണ്ടുള്ള ബമ്പർ എന്ന് പറയുന്നത്. കാരണം അത് സേഫ്റ്റി പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ പക്ഷേ അന്ന് അംബാസഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും മെറ്റൽ പാർട്സ് ഉള്ളതുകൊണ്ട് എല്ലാ കാലത്തും ഇതിന് ഈ പാച്ച് വർക്ക് എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തുരുമ്പ് പിടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ബോഡി പാനലൊക്കെ മാറ്റി പെയിൻറ്റ് ചെയ്ത് വീണ്ടും ഇറക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് മുന്നിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമുക്കിനി ജിബുവിൽ നിന്ന് തുടങ്ങാം. ജിബു എന്ത് ചെയ്യുന്നു? ഞാൻ IT കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കാനേഡിയൻ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുവാണ്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് കൃഷിപ്പണിയുണ്ട്. ഞാൻ വിചാരിച്ചു പോലീസാണ്. അല്ല, അത് ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിലൊരു എന്താ പറയുക, ഒരു ക്ലാസിക് ലുക്ക് വരുന്നുണ്ട് വണ്ടി പോലെ തന്നെ. അപ്പോൾ ഇത് വീട്ടിൽ നേരത്തെ അംബാസഡർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? പണ്ട് ഫാദർ ഉണ്ടായിരുന്നപ്പം അംബാസഡർ ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി റൈഡിനൊക്കെ പോയിട്ടുണ്ട് അംബാസഡറിനകത്ത്. വലിയൊരു ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ ഒരു അംബാസഡർ എടുക്കുമ്പോൾ ഒരു അംബാസഡർ എടുക്കണമെന്നുള്ള ആദ്യത്തെ ഒരു വണ്ടി. അപ്പം
അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ ആയി വിട്ടുപോയി. അപ്പം ഫാദർ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിത്തത്തിനായിട്ട് എൻ്റെ ബ്രദറും വേറെ കോളേജുകളിലൊക്കെ ആയി. അപ്പം മദർ ഡ്രൈവ് ചെയ്യുമായിരുന്നു. പക്ഷേ മദറിന് അംബാസഡർ അത്ര അങ്ങോട്ട് ഉണ്ടല്ലോ, ഡ്രൈവിങ് സ്റ്റിയറിംഗ് ഒക്കെ വലിയ പാടായി. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെ ഇത് കൊടുക്കുമായിരുന്നു, വിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നാൾ യു എസിൽ പോയി. ഒരു 10 കൊല്ലം 15 കൊല്ലം യു എസിലായിരുന്നു. ശരി, യു എസിൽ തിരിച്ചു പോന്നു. അതെ, യു എസിൽ തിരിച്ചു വന്ന അപൂർവം ചില ആൾക്കാർ ഒരാളാട്ടോ. അതെന്ത് പറ്റി അങ്ങനെ തിരിച്ചു വരാൻ? എനിക്ക് നാട് തന്നെ ഇഷ്ടം. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഒരു അംബാസഡർ എങ്ങനെയും തപ്പിയെടുക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ കുറേ ആൾ തപ്പി. അതിനിടയ്ക്ക് കോവിഡ് വന്നു. കോവിഡ് കഴിഞ്ഞൊരു 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇങ്ങനെ ഓൺലൈനിൽ വന്നു. അപ്പം അങ്ങനെ പോയി. ഞാൻ തൃശ്ശൂർ കുറുക്കഞ്ചേരി എന്ന സ്ഥലത്താണ്, യൂസഫ് അലി സാറിൻ്റെ നാടാന്ന് തോന്നുന്നു. അവിടെ പോയി കണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടു. വണ്ടി നല്ല പണിയുള്ള വണ്ടിയായിരുന്നു, മെയിൻ്റെനൻസ് കുറവായിരുന്നു, എന്നാലും വണ്ടി ഷേപ്പൊക്കെ നല്ല ഷേപ്പായിരുന്നു. പിന്നെ പാർട്സുകൾ എല്ലാം ഒറിജിനൽ ഒത്തിരി പാർട്സുകളെല്ലാം ഉണ്ടായിരുന്നു. ബമ്പർ അങ്ങനത്തെ ഒന്നും ഒത്തിരി അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടില്ല. എത്രാമത്തെ ഓണറായിരുന്നു അത്? അത് 4th ഓണറായിരുന്നു. അതൊരു ചെറുപ്പക്കാരൻ പയ്യനായിരുന്നു. ഞാൻ 5th ഓണറാണ്. അപ്പം പുള്ളിക്കാരൻ ഒരു 4-5 മാസം പുള്ളിയുടെ കയ്യിലിരുന്നു. പുള്ളി കഴിഞ്ഞ് പിന്നെ വിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തത്. അന്ന് ബ്ലാക്ക് തന്നെയായിരുന്നു? അല്ല, ഇതൊരു പഴയൊരു ബ്ലൂ കളറായിരുന്നു. പഴയൊരു മനസ്സ് മടുപ്പിക്കുന്ന ഒരു ബ്ലൂ. അതെ, വല്ലാത്തൊരു ബ്ലൂ കളറായിരുന്നു. അതുപോലെ ഭയങ്കര പാച്ചും ഒക്കെ ആയിരുന്നു. പിന്നെ അംബാസഡറിന്റെ ഒക്കെ ബോഡി ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ വരണം. മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് ഈ പൊടിയൊക്കെ കാരണമൊക്കെയാണ്. ഏത് മോഡലാണ് ഇത് 77 1977. അപ്പോൾ ഈ മാർക്ക് 3 തന്നെ വേണമെന്നുണ്ടായിരുന്നു? മാർക്ക് 3 തന്നെ വേണമെന്നുണ്ടായിരുന്നു. പണ്ടുള്ള ഓർമ്മയിൽ മാർക്ക് 3 തന്നെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എത്ര രൂപയ്ക്ക് എടുത്തു തന്നു? അന്ന് 78,000 രൂപയ്ക്ക് 78,000. 78,000. അത് ശരി, ഞാൻ വിചാരിച്ച ആ വിലയൊന്നും ഇപ്പം ഇല്ലാന്ന്. ഇല്ലില്ല, ഈ പഴയ വണ്ടികൾക്ക് ഭയങ്കര പക്ഷേ ബോഡി ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. ഇതിൻ്റെ മെറ്റൽ എത്ര 18 kg അങ്ങനെ കണ്ടോ, തിക്നെസ് കൂടുതലാണ്. അതെ, വെയിറ്റ് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് അവസാനം ഇറങ്ങിയ അംബാസഡറിനേക്കാളൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ബോഡി വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്. അപ്പോൾ എന്നിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒത്തിരി പാച്ച് വർക്ക് ചെയ്യേണ്ടി വന്നോ? ബോഡി അങ്ങനെ വലിയ തുരുമ്പൊന്നുമില്ലായിരുന്നു. വെച്ചാൽ അണ്ടർ പ്ലേറ്റ് അതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഈ റണ്ണിങ് ബോർഡ് ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ പാച്ചുകളുണ്ടായിരുന്നു. അതെല്ലാം ഫുള്ള് ബെയർ മെറ്റലാക്കി ഉരച്ച് പാച്ച് ചെയ്ത് ഫുൾ സ്ട്രിപ്പ് ചെയ്തു, ഫുൾ മെറ്റലാക്കി. എന്നിട്ടാണ് പിന്നെ തുടങ്ങി വന്നത്. ആരാ ധൈര്യമായിട്ട് ഏറ്റെടുത്ത് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു? ഇത് ഇവിടെ അംബാസഡർ പണിയുന്ന ഒരു പരാശക്തി വർക്ക്ഷോപ്പ് ഉണ്ട്. പുള്ളിക്കാരൻ സ്വന്തമായിട്ടൊരു അംബാസഡർ ഉണ്ട്. പുള്ളി വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. അവിടെ ഒത്തിരി പഴയ വണ്ടികൾ മോറിസ് മൈൻഡറൊക്കെ അവിടെ പണിയാൻ കിടപ്പുണ്ട്. അവിടെ കാക്കനാട്ടുള്ളവരുടെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പുള്ളി നല്ലതായിട്ട് പണിയും, നല്ല വൃത്തിക്ക് പണിയും. അതാണ് അതിൻ്റെ മെച്ചം. അപ്പോൾ പാർട്സ് ഒക്കെ സോഴ്സ് ചെയ്യാനോ? പാർട്സ് സോഴ്സ് ചെയ്യാൻ എനിക്കൊരു ഗ്രൂപ്പുമായിട്ടൊരു കണക്ഷനുണ്ട്. അത് റിയാസ് ഭായ് എന്നൊക്കെ പറഞ്ഞ പുള്ളിയാണ്. അവരൊക്കെ എന്ത് പറഞ്ഞാലും പാർട്സ് ഒക്കെ സോഴ്സ് ചെയ്ത് തരും. അവർക്ക് ഈ വണ്ടി റോഡിൽ കാണണമെന്നുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിലുള്ള കുറേ പേരുണ്ട്. റിയാസ് ഭായ്, മൊയ്തീൻ സാറ്, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. മോഡി സാർ. കിട്ടാൻ എളുപ്പമാണോ ഇപ്പോൾ പാർട്സ്? വലിയ കുഴപ്പമില്ല, കൽക്കട്ടയിൽ നിന്ന് കിട്ടും. പക്ഷേ ചില പാർട്സിനൊക്കെ പഴയ ക്വാളിറ്റി ഇല്ല. പിന്നെ ഇങ്ങനത്തെ ബമ്പേഴ്സ് ഈ സാധനം കിട്ടുന്നില്ല. ഇത് ആ മോഡലിന് സ്പെസിഫിക് ആയിട്ടുള്ള ഭയങ്കര ഡിമാൻഡ്. സാധനം കിട്ടണമെന്നുണ്ട് പാടാ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിട്ടും. മാർക്ക് 4 ഒക്കെ കഴിഞ്ഞാൽ ബമ്പർ വ്യത്യാസമുണ്ട്. ഈ സുസുവിനൊക്കെ വന്നതിന് ബമ്പറെല്ലാം വ്യത്യാസമുണ്ട്. ഈ പഴയ ബമ്പർ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ശരി. ഈ മെറ്റൽ സ്ട്രിപ്പ് ഇതിൽ ഉണ്ടായിരുന്നാണോ ഈ മാർക്ക് 3? അതോ അത് അല്ല, അത് ആഡ് ഓൺ ചെയ്തതാണ്. ഇവിടെ ഒരു ഈ മെറ്റൽ പീസ് ജോയിൻ ചെയ്തൊരു ക്രാക്ക് ഉണ്ട് ഇവിടെ. അത് ശരിക്കും ഒരു അതായത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് ഈ മെറ്റൽ. ശരി ശരി. അതുപോലെ തന്നെ ഈ നമ്മുടെ മാർക്ക് 3 വരെ ഉള്ളൂ ഈ ഒരു ലൈൻ, ഫ്രണ്ടിലത്തെ ഇതൊക്കെ. അതൊക്കെ ഒരു ഭയങ്കര ക്യാരക്ടർ കൊടുക്കുന്ന സാധനം അല്ലേ? വണ്ടിക്ക് ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ള ലുക്ക് കൊടുക്കുന്ന സാധനം. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇത് വരച്ചുണ്ടാക്കിയുള്ള സമ്മതിക്കണം. കണ്ടില്ലേ ഈ ബോണറ്റ് ലൈനുകളും ആ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ലുക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അംബാസഡറിൻ്റെ ഫാൻ അല്ലെങ്കിലും എനിക്ക് ഈ വണ്ടി കാണുമ്പോൾ കൊതി വരാറുണ്ട്. നല്ല രസമാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സംഭവങ്ങൾ. അതുപോലെ ഈ ഒരു റെഡ്, ഇതാരുടെ ഞാൻ തന്നെ ചെയ്തതാണ്. അത് വളരെ രസകരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പഴയ വണ്ടി കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില വണ്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ടല്ലേ. അതുപോലെ ഈ ഒരു സാധനമൊക്കെ വളരെ രസമായിരുന്നു. ക്ലാസിക് കാറുകളിൽ പൊതുവെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അത് ബേസിക്കലി UK ആണല്ലോ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിലൊക്കെ പ്ലേറ്റിംഗ് ഒക്കെ വേണ്ടി വന്നല്ലോ? ഇതെല്ലാം ഞാൻ റീക്രോം ചെയ്തു, എല്ലാം ക്രോം ചെയ്തു. ഇതൊക്കെ രണ്ടാമത് ക്രോം ചെയ്ത് മറ്റേ വീലുണ്ടല്ലോ, പോളിഷ് ചെയ്യുന്ന വീലിനകത്ത് വന്ന് ചൂട് കാരണമാണ് ചെറുതായിട്ട് വളമൊക്കെ ഉള്ളത്. ഇതൊന്ന് സെറ്റ് ചെയ്യാനുണ്ടോ ഒന്നുകൂടെ അഴിച്ച്. അപ്പോൾ ഇത് ഈ എടുത്തു കഴിഞ്ഞ് എത്ര കാലം എടുത്തു റീസ്റ്റോർ ചെയ്ത്? ഞാൻ ആദ്യം എടുത്തൊരു 1.5 years ഞാൻ ഡ്രൈവ് ചുമ്മാ വണ്ടിയുടെ മെക്കാനിക്കലിയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾ ഓടിച്ചു.
പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ പ്ലാനിങ് ഉണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കുക, നല്ല ഇതാണെന്നുള്ളത് നോക്കുക, നമുക്ക് ആക്സസ് ഉണ്ടോ നോക്കുക. എനിക്ക് അതൊക്കെ കാര്യം വണ്ടി പണിയുമ്പോൾ നമ്മൾ അവിടെ നേരിട്ട് നിന്ന് വണ്ടി പണിയുന്നത് ഇഷ്ടമാണ്, കാണാനും നമ്മൾ ചെയ്യാനും ഒക്കെ. അപ്പോൾ അങ്ങനെ പോയി കണ്ടുപിടിച്ചാണ് ഒരു വർക്ക്ഷോപ്പാണത്. ശരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഒറിജിനൽ അല്ലാത്തുള്ളത്? ഒറിജിനൽ അല്ലാത്തതിൻ്റെ എഞ്ചിൻ, മെറ്റഡോർ എഞ്ചിൻ അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. എയർ കണ്ടീഷൻ കയറ്റാനും പിന്നെ മൈലേജിൻ്റെ ഇതും കൊണ്ടായിരിക്കും അന്നത്തെ എക്കോണമി വെച്ച് എല്ലാവരും ഡീസൽ എഞ്ചിൻ കയറ്റുക. അത് ഇതിനകത്തിരിക്കുന്ന മെറ്റഡോറിന് 301 എഞ്ചിനാണ്. പിന്നെ അതിനെന്ത് വഴക്കം കാണും ആ എഞ്ചിന്? അത് മോസ്റ്റ്ലി ഒരു 1984 85 കയറ്റിയതായിരിക്കണം. ശരി. 30 വർഷം അതിനും വഴക്കമുണ്ട്. കാണുന്നുണ്ട്. പിന്നെ ബാക്കി ഇതിൻ്റെ എയർ കണ്ടീഷൻ അതിൻ്റെ തന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ചപ്പോഴുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഫുൾ റീസെറ്റ് ചെയ്തെടുത്തു. പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഒറിജിനൽ തന്നെയാണ്. പിന്നെ ഗിയറിന്റെ മാനുവലായിട്ടും പ്ലാറ്റ്ഫോം ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിയറിംഗ് ഒക്കെ ഇപ്പോഴും സെയിം ആംഗിൾ തന്നെ. പഴയ ബെഞ്ച് സീറ്റ് ചരിവുണ്ടല്ലോ, ആൾ കൂടുതൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ചരിവുണ്ട്, ആ ആംഗിളൊക്കെ ഇപ്പോഴും ഉണ്ട്. സ്റ്റിയറിംഗ് വീലും എല്ലാം ഒറിജിനലാണ്. പക്ഷേ എൻ്റെ നടുക്കത്തെ അസംബ്ലിയൊക്കെ വർക്കിംഗ് ആകാൻ ഇച്ചിരി പാടാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതൊക്കെ ഫിക്സ് ചെയ്യാൻ അവർ ചോദിക്കുന്നത്. ഇപ്പോൾ സ്പിറ്റ്സിൻ്റെ മീറ്ററൊക്കെ പഴയ Mark 1 ഒക്കെ ഉണ്ട്, Mark 2 ഒക്കെ. അതിൻ്റെയൊക്കെ മീറ്ററൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ 10,000-15,000 രൂപയൊക്കെ അവർ ചോദിക്കുന്നത്, ജസ്റ്റ് ഫ്യൂൽ ഗേജ് ഒക്കെ വർക്കിംഗ് കണ്ടീഷൻ ആകാൻ വേണ്ടി. അത് പണിയൊക്കെ വളരെ കുറവാണ്. അത് അങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക് പറ്റും. അതെ. പക്ഷേ അതുപോലെ ഒത്തിരി പാഷനേറ്റ് ആളുകളുണ്ട്. ചിലർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയം വരും, ഇത്രയും പൈസയൊക്കെ അടുത്ത് മുടക്കുവാണല്ലോ. എനിക്കൊക്കെ ആണെന്ന് വെച്ചാൽ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മതി, കൃത്യമായിട്ട് അത് പഴയ ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടണം. അല്ല, അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഈ വണ്ടിയുടെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു ബേസിക് സംഭവങ്ങളെ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യമില്ല. പക്ഷേ ഇന്റീരിയർ വളരെ എന്താ പറയുന്നത്, ആഡംബരം എന്ന് തോന്നുന്ന രീതിയിൽ സുന്ദരമാണ്. അതുപോലെ നമ്മൾ ബക്കറ്റ് സീറ്റ് ആക്കി. അതെ, ബക്കറ്റ് സീറ്റ് എൻ്റെ കിട്ടുമ്പോഴേ ബക്കറ്റ് സീറ്റ് ആയിരുന്നു. ആണല്ലേ? അതെ. ഞാൻ പിന്നെ സീറ്റ് എനിക്ക് കൊള്ളത്തില്ലായിരുന്നു, അപ്പം പിന്നെ അത് മാറ്റി വേറെ സീറ്റ് മേടിച്ചു വെക്കുമായിരുന്നു. പിന്നെ വീട്ടിലാർക്കും എല്ലാം ഇഷ്ടം ഇത് തന്നെയാണ്. അത് ശരി. ഈ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ വണ്ടി എടുത്തിട്ട് പൈസ ഉള്ളവർ കേട്ടോ, വലിയ പൈസ ഉള്ളവർ നേരെ കോയമ്പത്തൂർ കൊണ്ടുപോകുക, കോയ സീറ്റും കയറ്റുക, ഫ്ലോർ ഗിയർ ആക്കുക, AC കയറ്റുക, ഇത് മൂന്നും, പിന്നെ എഞ്ചിനും മാറ്റുക. അതെ. ഈവൻ വിൽക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കാൻ പോകുമ്പോൾ ആൾ ചോദിക്കും കോയ സീറ്റ് ആണെങ്കിൽ ഇച്ചിരി വില കൂടുതൽ പറയും, ഡിമാൻഡ് വെക്കും. അന്നൊക്കെ വലിയ സംഭവമായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ കൊതിയോട് കേട്ടോണ്ട് നിൽക്കാൻ അന്നൊക്കെ പറ്റുള്ളായിരുന്നു. അത് കാരണം ഇത് കോട്ടയത്തൊക്കെ എൻ്റെയൊക്കെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഷേപ്പ് മുൻഭാഗം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് എക്സ്ട്രാ അല്ലേ, അതോ Mark 3 ഉണ്ടായിരുന്നതാണ്? ആണല്ലേ? ഈ ഒരു സൺഷെയ്ഡ് 2 മോഡൽ സൺഷെയ്ഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഈ ആംഗ്ലർ പോലെ ഉള്ളതുണ്ടായിരുന്നു, ഈ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ പഴയ ഓർമ്മയിൽ ഞങ്ങളുടെ വീട്ടിലുള്ള വണ്ടിക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരുന്നു. ആണല്ലേ? അപ്പോൾ അത് തന്നെ തപ്പിയെടുത്ത് കിട്ടിയതാണ്. അത് ശരി. ഇത് ഒരു രസം സാധനം. ഇത് പണ്ട് ഈവൻ ബസ്സുകളിൽ പോലും ഉണ്ടായിരുന്നു രസമുള്ള സാധനമായിരുന്നു. അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡ് മിറേഴ്സോ ഇതും എക്സ്ട്രാ അല്ലേ വരുന്നത്? അതെ. മിറർ ഇല്ല, സീറ്റ് ബെൽറ്റ് ഇല്ല, അതൊക്കെ ഞാൻ എക്സ്ട്രാ വെച്ചാൽ. മിറർ ഇല്ല ഈ മോഡലിന്. മിററേ ഇല്ല, രണ്ട് സൈഡിലും മിററേ ഇല്ല, ഉള്ളി റിയർ മിറർ അകത്തുള്ള മാത്രമേ ഉള്ളൂ, പുറത്തെ മിററേ ഇല്ല. അന്നത്തെ റൂൾസ് ഉണ്ട്. വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴും പഴമക്കാർ എന്ന് പറയുന്ന കുറച്ച് പ്രായമുള്ളവർ ഇപ്പോഴും ഇത് നോക്കൂല, സൈഡ് വ്യൂ മിറേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയില്ല. ഇപ്പം എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും 83 വയസ്സിലും വണ്ടി ഓടിക്കും. അമ്മയൊക്കെ ആദ്യം ചെയ്യുന്ന വണ്ടിക്ക് അതങ്ങ് മടക്കി വയ്ക്കും. മടക്കി വെക്കുന്ന വെച്ചാൽ അമ്മയ്ക്ക് അത് ശീലമില്ല. അപ്പോൾ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, പഴയ ആൾക്കാർക്ക് ആ ഒരു ശീലമില്ല. തന്നെയല്ല, അത് അങ്ങനെ വെച്ചാൽ പൊട്ടിപ്പോകും എന്നാണ് പൊതുവെ. സത്യമാണ്, എറണാകുളത്ത് സൈഡ് വ്യൂ മിറേഴ്സ് പൊട്ടത് ആരും ഇല്ലെന്നുള്ള മറ്റൊരു സത്യമാണ്. എന്തായാലും സൈഡ് പ്രൊഫൈൽ കിഡിലനായിട്ടുണ്ട്. തന്നെയല്ല മറ്റേ വീൽ കപ്പ് പോലുള്ള കാര്യങ്ങളിൽ പോലും ഒറിജിനാലിറ്റി ഉണ്ട്. ഇത് എൻ്റെ ഒറിജിനൽ വീൽ കപ്പ് ഇപ്പോൾ ഉണ്ടല്ലേ? ഇത് ആ സമയത്ത് അവർ ആഡ് ഓൺ പോലെ ഇറക്കിയതാണ്, എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ഒരു ഡിസൈൻ ആക്കി ഇറക്കിയതാണ്. എൻ്റെ ഒറിജിനൽ ഇരിപ്പുണ്ട്. പക്ഷേ ഒറിജിനൽ ഞാൻ മേടിച്ച് ഒരു 1 ഇയർ ഞാൻ ഉപയോഗിച്ചു, അപ്പോഴത്തേക്കും മുഴുവൻ തുരുമ്പായി തുടങ്ങി. പക്ഷേ എൻ്റെ പ്ലേറ്റിംഗ് ഒന്നും കൊള്ളത്തില്ല. ഞാൻ എടുത്ത് മാറ്റി ഇത് പഴയ എൻ്റെ കടന്നു തന്നെ എടുത്തിട്ടു. ഒറിജിനൽ ഇനി പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇനി വീണ്ടും മഴയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ത്യക്കാരെ ഏറ്റവും അധികം പറ്റിച്ച ഒരു കമ്പനിയും കൂടെ ഇത് അല്ലേ? അതൊരു വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി അങ്ങ് വിടും, ബാക്കി മുഴുവൻ നമ്മൾ പണിതെടുക്കുക എന്നുള്ളൊരു സങ്കടകരമായ. ഇവിടുത്തെ ഒരു വെൽഡ് ഞാൻ വർക്ക്ഷോപ്പ് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ഈ വെൽഡ് കമ്പനിയിൽ നിന്ന് വരത്തില്ല. അത് ഇവിടെ വർക്ക്ഷോപ്പിൽ നമ്മൾ കൊണ്ടുവന്ന് വണ്ടി പുതിയ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെൽഡ് ചെയ്യിച്ചിട്ടാണ് പിന്നെ ഇതെല്ലാം പാച്ച് ചെയ്ത്. ഇതൊരു ബേസിക് സാധനം ഉണ്ടാക്കി വിടുക എന്നേ ഉള്ളൂ. ബാക്കി ഈവൻ ഗ്ലോ ബോക്സ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഗ്ലോ ബോക്സ് നമ്മുടെ തൊട്ടടുത്ത് സത്യചേട്ടൻ എന്ന് പറയുന്ന ആൾ വണ്ടി വാങ്ങിച്ചപ്പോൾ ഞാൻ കാണാൻ പോയി. അപ്പോൾ ഗ്ലോ ബോക്സ് തുറക്കുമ്പോൾ കാർഡ്ബോർഡ് അകത്ത് കാർഡ്ബോർഡാണ്. അതും നമ്മൾ പിന്നെ മെറ്റലാക്കണം. എന്നിട്ട് ഫുൾ അഴിച്ച് പാച്ച് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് ഉറച്ച് പെയിൻറ്റ് ചെയ്ത് ഒരു പുതിയ വണ്ടി വാങ്ങിച്ച ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിയിലോട്ട് ഇറക്കാൻ പറ്റുന്ന അവസ്ഥ വരിക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം വൃത്തികെട്ട പരിപാടികളായിരുന്നെങ്കിലും കാരണം ഇത് തന്നെ പ്രധാനമന്ത്രി വരെ വിളിച്ച് പറഞ്ഞാലാണ് സാധനം കിട്ടുന്നത്. അതായിരുന്നു അവസ്ഥ. 4 വർഷമൊക്കെ കാത്തിരിക്കണം. പിന്നെ പലരും ഇവിടെ കിട്ടാൻ വൈകുന്നവരുണ്ട്, അവിടെ പോയി എടുക്കുക, ഓടിച്ചുകൊണ്ട് വരിക, വമ്പം പരിപാടിയൊക്കെ ആയിരുന്നു.
അതുപോലെ രസകരമായ ഒരു സാധനമാണ് ഈ ഒരു ഹാൻഡിൽ അല്ലേ? അതെ അതെ, ലേറ്റസ്റ്റ് മോഡൽ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മറ്റേ ഈ മാരുതി 800 പോലത്തെ ഇങ്ങനെ പൊക്കുന്നതല്ല, ക്രോമിനുള്ള ഹാൻഡിൽ മാറിയായിരുന്നു. ഇത് ഭയങ്കര ഈ വണ്ടിയുടെ പ്രത്യേകത ഉണ്ട്. ഇത് അടയുമ്പോഴൊക്കെയുള്ള സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും ആ പഴയ അംബാസഡറിൻ്റെ ആ സൗണ്ട് ഒട്ടും എന്താ പറയുക, സൗണ്ടിൻ്റെ കാര്യത്തിലൊന്നും മാറ്റം പോലും വന്നിട്ടില്ല. അതുപോലെ ഈ സാധനം ഒരു ഗംഭീര പരിപാടിയായിരുന്നു. അതായത് AC ഒന്നും ഇല്ലാത്ത കാലത്ത് ഇതൊരല്പം തുറന്നു വെച്ചാൽ കാറ്റടിച്ച് തരാം. ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടാവും പലപ്പോഴും പല ഈ കമേഴ്ഷ്യൽ വാഹനങ്ങളുടെ ഡ്രൈവേഴ്സ് ഒരു സൈഡിലൊരു കാർഡ്ബോർഡ് എടുത്ത് വയ്ക്കും. അതിൻ്റെ പഴയ രൂപം എന്നാണ് ഇതിനെ നമുക്ക് വിളിക്കാവുന്നത്. അതുമൊക്കെ തുറന്നിട്ട് നമ്മളൊക്കെ എത്ര കാലം യാത്ര ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു ലൈനിങ് ഒക്കെ ഉണ്ടായിരുന്നാണല്ലോ. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തുള്ളൂ. ഗ്ലാസും എനിക്ക് കിട്ടിയപ്പോൾ ടിൻഡഡ് ആയിരുന്നു. ഈ ടിൻഡഡ് ഗ്ലാസ് ഇത് ഒറിജിനൽ ടിൻഡഡാ. ബ്രൗൺ ടിൻഡഡ് ഉണ്ട്, ഗ്രീൻ ടിൻഡഡ് ഉണ്ട്. ബ്രൗൺ ടിൻഡഡ് കുറച്ചുകൂടി ഡിമാൻഡാണ്, ഭയങ്കര വളരെ കുറവായിരിക്കും. ഇത് ഇച്ചിരി ഉണ്ട്, പക്ഷെ എന്നാലും വിറ്റ് ഭയങ്കര വിലയാണ് സാധനം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ കിട്ടത്തില്ല ഇപ്പോൾ. ഞാൻ വിചാരിച്ചത് എക്സ്ട്രാ വന്നു, ഇത് തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു അല്ലല്ല, ഇത് അവര് ഞാൻ മേടിച്ചതിന് മുമ്പ് ചെയ്ത ആള് അവർ എക്സ്ട്രാ ചെയ്താണ്. ഒറിജിനൽ പ്ലെയിൻ ഗ്ലാസ് വരുന്നത്, പ്ലെയിൻ ഗ്ലാസ് ഉള്ളൂ. കാരണം ഞാൻ ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡും ഡീലക്സും 2 മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഡീലക്സിന് ഇതാ വന്നത് നല്ലല്ലേ? അല്ലല്ല, എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല, ബൈച്ചോടെ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം. അല്ല, ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ചോദിക്കായിരുന്നു എങ്ങനെയാണോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇനി ബാക്കിലേക്ക് വരാം. ബാക്കും ഈ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഫ്രിഡ്ജ് കയറ്റാവുന്ന ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. ഇത് വാ തുറന്ന് വെച്ച് ഫ്രിഡ്ജും കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ അന്നത്തെ കാലത്തൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. എന്തായാലും ഈവൻ ഇതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ലെറ്റേഴ്സ് പോലും വളരെ ഈ ഒരു ക്ലാസിക് വണ്ടിക്ക് ചേരുന്ന രീതിയിലാണ്. ഇതൊക്കെ പിന്നീട് നമ്മൾ രണ്ടാമത് ജയിച്ചെടുത്തല്ലേ? അതെ അതെ, നമ്പർ പ്ലേറ്റ് ഞാൻ ശരിക്കും പറയുന്നത് വന്ന് എഴുതിക്കൊണ്ടിരുന്ന നമ്പർ പ്ലേറ്റ്, അത് ഇപ്പോഴത്തെ റൂൾസ് വെച്ച് അതൊന്നും പറ്റില്ല, പഞ്ച് ചെയ്ത് തന്നെ വേണമല്ലോ. അപ്പം ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ശരിക്കും പറഞ്ഞാൽ അംബാസഡർ നമ്പർ പ്ലേറ്റ് നമ്മൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇച്ചിരി ചെറുതായിരിക്കും. അപ്പോൾ അത് ആ പ്രൊഫൈൽ ഇതിനകത്ത് ചേരത്തില്ല, ഡിക്കിയായിട്ട് വരുമ്പോൾ ഒരു വൃത്തിയായിട്ട് ഇട്ട് തോന്നും. അപ്പം പ്രത്യേകം ഇച്ചിരി വലിയ കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വലുത് കിട്ടും. അങ്ങനെ പ്ലേറ്റ് മേടിച്ച് ചെയ്യിച്ചാണ്. ഓക്കെ. അതുപോലെ അന്ന് മാർക്ക് 2 വരെ ഇവിടെ ആയിരുന്നില്ല നമ്പർ പ്ലേറ്റ്, താഴെയായിരുന്നു എന്നാണ് എൻ്റെ അറിവ്, അല്ലേ? ബമ്പറിൻ്റെ ഭാഗത്തായിരുന്നു നമ്പർ പ്ലേറ്റ് എന്നാണ്. ഇല്ല, ബാക്കിൽ എല്ലാത്തിനും വന്ന ഇവിടെ തന്നെയാണോ? ആണോ? പക്ഷേ ഇതിൻ്റെ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. ആണല്ലേ? ശരി, അങ്ങനെയായിരുന്നു അല്ലേ? ഞാൻ അവീഗോ വന്നപ്പോഴത്തേക്ക് ഇച്ചൂടെ വൈഡായി, ഈ ഒരു ഷേപ്പ് മാറിയിട്ട് ഇച്ചൂടെ ഇങ്ങനെ നീളത്തിലായി. എനിക്ക് തോന്നുന്നു അവീഗോ എന്ന് പറഞ്ഞാൽ അവീഗോയിലാണ് അവസാനിച്ചത്. അതെ അതെ, അവീഗോയിലാണ് അവസാനിച്ചത്. ഇതൊക്കെ ഒറിജിനലാണോ? മാർക്ക് ബാഡ്ജിങ് ഒക്കെ ഒറിജിനലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടെയിൽ ലാമ്പ് പോലുള്ള കാര്യങ്ങളും എല്ലാം അന്നത്തെ ഏറ്റവും രസകരമായ ഒരു രീതിയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽ ആണ്, എല്ലാ ബമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മെറ്റലാണ്. പിന്നെ ഈ ഒരു ഇത്തരം ലോക്ക് പോലും അപൂർവമാണ്, ഇപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഇപ്പം അധികവും വണ്ടിയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം വളരെ എന്താ പറയുക, വണ്ടിയുടെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഫ്യുവൽ ക്യാപ്പ് ഇതൊക്കെ അന്നത്തെ ഒരു സ്ഥിര സാധനമാണ്. ഇതിനകത്താണ് ഫ്യുവൽ കൊടുത്തിരിക്കുന്നത്, വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഉള്ള സംഭവമാണ്. അതൊക്കെ കൃത്യമായും റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും ഉഗ്രൻ ജോലിയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പരാശക്തി, തീർച്ചയായിട്ടും സമ്മതിക്കണം കേട്ടോ. അപ്പോൾ ഇത്തരം മെക്കാനിക്കൽ കാര്യങ്ങൾ പരിചയമുണ്ടോ ജിബുവിന്? അതോ ജിബുവിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുമായിരുന്നോ? ഇല്ല, ഞാൻ എൻ്റെ കൂടെ ഒന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ഇത് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും വലുതായിട്ടൊന്നും അറിയുന്നൊന്നുമില്ല. ബാക്കിയെല്ലാം കണ്ടുപഠിക്കുമായിരുന്നു. അപ്പോൾ എത്ര രൂപയാണ് ഇത് ഫുൾ മോഡിഫൈ ചെയ്ത് വെളിയിറങ്ങിയപ്പോൾ? ഈ പെയിൻറ്റിങ്ങും ഫുൾ ബെയർ മെറ്റലാക്കി പെയിൻറ്റ് ചെയ്ത് പാച്ച് ചെയ്ത് എല്ലാം ചെയ്തതിന് എനിക്കൊരു 1 ലക്ഷം രൂപ അടുത്തായി, 1 ലാഖിൻ്റെ അടുത്തായി. പിന്നെ വണ്ടി വാങ്ങിച്ചാൽ അവിടെ 1.25. വണ്ടി മേടിച്ചത് എനിക്ക് 78,000 രൂപ അന്ന് എനിക്ക് കിട്ടിയത് വണ്ടി. പിന്നെ ഞാനത് എടുത്തപ്പം റെസ്റ്റോർ ചെയ്യുന്നതിന് എനിക്ക് ധൃതിയും ചെയ്യണം, ടെസ്റ്റ് വരുന്നുണ്ട്, ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമെല്ലാം ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ ഏകദേശം 180 അടുത്തായി. എന്തായാലും ഒട്ടും മോശമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് വിറ്റാൽ അതിലൊക്കെ കൂടുതൽ വാങ്ങിക്കാൻ ആളുണ്ടാവും. കാരണം ഇത് മോഹവിലക്കൊക്കെ വരുന്നുണ്ട്, അതൊരു പ്രശ്നമല്ല. അതെ, ഇതിപ്പോൾ ഇങ്ങനെ സാധാരണ വെളിയിറങ്ങുമ്പോൾ ആൾക്കാരൊന്നും ചോദിക്കാറുണ്ടോ വിൽക്കുന്നുണ്ടോ എന്നൊക്കെ? ഉണ്ട്, ഉണ്ടല്ലേ, ചോദിക്കാറുണ്ട്. അത് ഏത് തലമുറക്കാരാണ് ചോദിക്കുന്നത്? പഴയ ആൾക്കാരോ പുതിയ ആൾക്കാരോ? ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളും ചോദിക്കുന്നുണ്ട്. പിന്നെ ആൾ ഫോട്ടോസാണ് കൂടുതൽ പരിപാടി. അപ്പോൾ ഇത് കൊടുക്കുമോ? ഇല്ലില്ല, കൊടുക്കില്ല. ദീർഘകാലം ഉപയോഗിക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. വേറെ ഏത് വണ്ടിയാണ് ജിബു ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് എൻ്റെ നാട്ടിലെ കാറാണ്. എനിക്ക് ഇവിടെ വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് കൂടെ അങ്കമാലി ഒരു വീട്ടിൽ വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ ഇവിടെ ആരുമില്ല ട്രാവൽ ചെയ്യാനൊക്കെ, ലോങ് ഡിസ്റ്റൻസ് ഒക്കെ. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വരും, അവർ വണ്ടിയായിട്ട് വരും, നേരെ വണ്ടിക്കകത്ത് നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് ചെറിയൊരു ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ അങ്കമാലിലെ കൃഷിക്കുള്ള ആവശ്യങ്ങൾക്കുള്ള. അപ്പോൾ ഇത് പ്രൈമറി വണ്ടി ഇതാണ് ഇപ്പോൾ? അതെ അതെ. അത് ശരി, സ്ഥിരമായിട്ട് ഓടിക്കുന്നുണ്ട്. എനിക്ക് സ്ഥിരമായിട്ട് അംബാസഡർ ഓടിച്ചു നടക്കുന്ന അധികം പേരൊന്നും ഉണ്ടാവില്ല അല്ലേ? ഒത്തിരി പേരുണ്ട്. വളരെ ഞാൻ പറയാം,
ബൈച്ചേട്ടൻ അന്ന് ഇന്റർവ്യൂ ചെയ്ത ബേസിലൊക്കെ സ്ഥിരം ഓടിക്കുന്നവരൊക്കെ. പിന്നെ ഞങ്ങൾ ഈ ചാറ്റിനകത്തുള്ള റിയാസ് റായ് എന്നൊക്കെ പറഞ്ഞ പുള്ളി അവരൊക്കെ ഡെയിലി ഓടിക്കുന്നവരാണ്. 10-60-70 കിലോമീറ്റർ ഒക്കെ ഓടിക്കും. ഒക്കെ ഇസൂസ് വണ്ടിയാണ്, മെട്രോർ അല്ല, അത്രയും പഴയ വണ്ടിയൊന്നുമില്ല, 2011 വണ്ടിയൊക്കെയാണ്. പക്ഷെ എന്നാലും ഡെയിലി ഓടിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പ് സജീവമാണ് അംബാസഡർ ഓണേഴ്സ്? പിന്നെ എത്ര പേരുണ്ടാവും? ഒരു 200 പേരെടുത്ത് കാണുമായിരിക്കും. എല്ലാം കേരളത്തിലുള്ളവര്? കേരളത്തിലുള്ളവരുണ്ട്, തമിഴ്നാട്ടിലുള്ളവരുണ്ട്, മറ്റേ ഒത്തിരി പാർട്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അത് നോർത്ത് ഇന്ത്യ എന്നൊക്കെ, ബീഹാർ എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്ത് വെച്ചാൽ അവർക്ക് കൽക്കട്ടയിൽ ഒരു സോഴ്സ് ഉണ്ട്. അപ്പോൾ എവിടെ നിന്ന് പറഞ്ഞാലും അവർ എങ്ങനെ പോലും സംഭവിച്ചു. തിരുവനന്തപുരത്തുള്ള ഗ്രൂപ്പിനകത്തുള്ള വ്യക്തി തിരുവനന്തപുരത്താണെങ്കിലും അവരെങ്ങനെയുള്ള സാധനം കണ്ടുപിടിച്ച് അവിടെ അത് പാഴ്സൽ ചെയ്ത് കൊടുത്തിരിക്കും. അവർക്ക് ആഗ്രഹം വണ്ടി റോഡിൽ ഇറങ്ങി ഓടണമെന്നുള്ളതാണ്. ഉണ്ടല്ലോ, ചെറുക്ക് ആ പാഷൻ ഉണ്ടല്ലോ. അതെ, പിന്നെ തീർച്ചയായിട്ടും അല്ല, ഇതൊരു വലിയ ചരിത്ര പുരുഷൻ തന്നെയാണല്ലോ. എത്ര വർഷം, അതായത് 57 വർഷം ഇന്ത്യ അടക്കി ഭരിച്ച കക്ഷിയാണ്. ഈ പറഞ്ഞ കുറച്ച് കാലമൊക്കെ നമ്മളെ പറ്റിച്ചെങ്കിൽ പോലും അവസാനം പറ്റിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം 84 മാരുതി വരികയും എന്താണ് വണ്ടിയുടെ യഥാർത്ഥ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് ആൾക്കാർ മനസ്സിലാക്കാൻ ചെയ്തപ്പോഴാണ് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയത് അംബാസഡറിൻ്റെ ആ ഒരു മനോഭാവത്തിൽ. എന്നാൽ പോലും നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ ഒന്ന് കാണാം. തീർച്ചയായും. നമ്മുടെ ഈ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്യാം ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത്. കയറുമ്പോൾ തന്നെ വാവ് എന്ന് വെച്ച് പോയി. കാരണം വെച്ചാൽ അത്രയ്ക്ക് രസകരമാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ. കുറേയൊക്കെ പുതുമയും കുറേ പഴമയും കുറേ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ആഡംബരങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പഴയ ഒരു പ്രിമിറ്റീവ് സ്റ്റേജിന് ഓടിച്ചു നടക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ വണ്ടികൾ. അപ്പം പക്ഷേ എങ്കിൽ പോലും എനിക്ക് കയറിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ സ്റ്റിയറിംഗ് കേട്ടോ. ഇപ്പം ബസ്സിൻ്റെ അത്ര ഉണ്ട് സ്റ്റിയറിംഗ് അല്ലേ? അത് അതിൻ്റെ നടുക്ക് ഈ ഒരു സാധനം, ഇത് ഹോണാണ്. പക്ഷേ ഇപ്പോൾ അത് ഹോൺ ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് വെച്ചു അല്ലേ? ഇതൊക്കെ ഒറിജിനലാണോ? ഈ അതെല്ലാം കണ്ടോ, ഭയങ്കര കളർഫുള്ളാണ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഡാഷ്ബോർഡ് മൊത്തത്തിൽ മാറ്റി അല്ലേ? ഒറിജിനൽ ശരിക്കും മോഡൽ അത് വരുന്ന ഈ ഡാഷ്ബോർഡ് തന്നെയാണ്. പക്ഷേ എൻ്റെ കിട്ടിയപ്പോൾ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നു വെച്ചാൽ കസ്റ്റമൈസ് ചെയ്ത ഡാഷ്ബോർഡായിരുന്നു വന്നത്. ഞാനങ്ങനെ ഒറിജിനൽ തപ്പി എടുത്തിട്ട് പിന്നെ ചെയ്തതാണ്. ഇത് ഫുൾ സ്ക്രാപ്പ് ആയിരുന്നു, ഫുൾ എല്ലാം ചെയ്തേക്കുമായിരുന്നു. ഓ ശരി. ഇതിപ്പോൾ ഈ 5 മീറ്റർ എന്ന് പറയുന്നതാണ് മാർക്ക് 3-ൽ ആഡ് ചെയ്ത് വന്നതെന്നാണ് ഞാൻ വായിച്ചത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് 3 മീറ്ററും ഒരു മെയിൻ മീറ്ററും ഉണ്ടായിരുന്നു. ഇത് ഞാൻ തേക്കിൻ്റെ തടിയെടുത്ത് കസ്റ്റമൈസ് CNC വെച്ച് കട്ട് ചെയ്ത് പ്രത്യേകം ചെയ്തു. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഡിസൈൻ ആക്കി ചെയ്തതാണ് ഇങ്ങനെ. ഓ അങ്ങനെ ആക്കിയതാ. ഓക്കെ ഓക്കെ. കമ്പനി ഇങ്ങനെയല്ല വരുന്നത്. ഈ സ്വിച്ച് ഒക്കെ ഞാൻ ആഡ് ഓൺ ചെയ്തു. ഇതും നമ്മൾ ആഡ് ഓൺ ചെയ്തതാണോ? അതെ അതെ. അത് ഒറിജിനൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിലാണ്, ഈ ഒരു ഇതിലാണ് വരുന്നത്. ഇത് പുതിയ മേടിച്ചു വെച്ചാണ്. പഴയത് ഇരിപ്പുണ്ട്, പക്ഷെ അത് ഇതിന്റെ ഈ ഗ്ലാസ് ഒക്കെ പോയി, ഫെയ്ഡ് ഔട്ട് ആയി പോയി. അതുപോലെ ഈ സ്വിച്ചുകളൊക്കെ ഒറിജിനലാണ്? അതെല്ലാം ഒറിജിനൽ, എല്ലാ സ്വിച്ചുകളും ഒറിജിനലാണ്. പിന്നെ ഇവിടെ നമ്മൾ മറ്റേ എന്താ പറയുക, ഈ കാൽപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ പഴയ വീട്ടിലെ കാൽപ്പെട്ടിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ വെച്ചതാണ്? അതെ അതെ, എക്സ്ട്രാ വെച്ചാണ്. അപ്പോൾ ഇത് പറഞ്ഞ ഇതുമായിട്ടൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭംഗിയായിട്ടുണ്ട്. എല്ലാം വളരെ മിനിമലിസ്റ്റിക് ആണ്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇപ്പോൾ ജിബു പറഞ്ഞ പോലെ ഇതൊരു അല്പം ഡ്രൈവേഴ്സ് സെൻറ്റേർഡ് എന്നുള്ള മട്ടിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, സൈഡിലേക്ക്. കാരണം വെച്ചാൽ പണ്ടൊക്കെ 4 പേര് വരെ ഇരിക്കും മുൻഭാഗത്ത്, ഇടിച്ചു തള്ളി. സ്റ്റിയറിംഗിന്റെ ചരിവുണ്ട്, ശരിയാണ്. അങ്ങോട്ട് തള്ളി പുറത്തോട്ട് അതായിരുന്നല്ലോ സ്റ്റൈൽ, വെളിയിലോട്ട് കൈവച്ചിരിക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന സീറ്റുകളായിരുന്നു, ബെഞ്ച് സീറ്റായിരുന്ന കാലത്ത്. പക്ഷേ ഇതിപ്പം ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ AC, എക്സ്ട്രാ കയറ്റ് AC ഇവിടെ ഉണ്ട്. ഇതൊക്കെ അന്നതൊരു സംഭവമായിരുന്നു. ഈ അതൊന്നും ഇപ്പം പിന്നെ സിഗരറ്റ് വലിക്കുന്നവരും കുറഞ്ഞു, വണ്ടിക്കകത്തിരുന്ന് വലിക്കുന്നവർ തീരെ കുറഞ്ഞു. അതുകൊണ്ട് അതൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ ഇപ്പോൾ നമ്മുടെ ഈ ഹോണ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ പഴയ ബസ്സിൻ്റെയൊക്കെ പോലെ സൈഡിലൊന്ന് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഇവിടുത്തെ ബസ്സിലൊക്കെ അടിച്ചു പോകുമല്ലോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി, ആ സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോറിൻ്റെ ഒന്നും കാര്യത്തിൽ യാതൊരു മാറ്റങ്ങളും ഇല്ല. ഇപ്പോഴെന്താ ഇങ്ങനെ
തുറക്കുന്ന ഗ്ലാസ്, അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ അതൊന്നും മാറ്റമില്ല. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റ് കയറാൻ വേണ്ടി തുറന്നു വയ്ക്കുന്ന വളരെ ആധുനികമായൊരു സംവിധാനം. ഈ സാധനം പോലും മാറ്റിയിട്ടില്ല അല്ലേ? അത് ഞാൻ വെച്ചാണ്. പക്ഷെ ഇത് ഉണ്ടായിരുന്ന ഒരു സാധനമാണല്ലോ. അതെ അതെ അതെ. ഇന്നത്തെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ പ്ലാസ്റ്റിക് ആയിരുന്നു. ഞാൻ പിന്നെ പഴയ ഒറിജിനലോട്ട് ബാക്കിയതാണ്. ബാക്കിൽ ഈ സാധനം ഹാൻഡിൽ ഇല്ലാത്തതാണ് ശരിക്കും മോഡലിനകത്ത്. ഞാൻ പിന്നെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താണ് അതോടെ വെച്ചു. അമ്മയൊക്കെ കയറുമ്പോൾ കംഫർട്ടബിളായിട്ട് അടയ്ക്കാനൊക്കെ ആയിട്ട് സൗകര്യമാണ്. അമ്മ ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ടോ? ഞാൻ ബൈച്ചേട്ടൻ അന്ന് എന്നെ കണ്ടപ്പോൾ ഞാനും മമ്മിയും കൂടെ രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു. ഒരു പൂജ ഹോളിഡേസിനെ ശരിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ദേടാ ആരുടെ വീഡിയോ ഒക്കെ എടുക്കുന്നു, ഏതാ പിള്ളേരെ റീലെടുക്കുന്നതായിരിക്കും അന്ന് ജീപ്പ് വിചാരിച്ചത്. പിന്നെ വേറെ എന്താണ്? വേറെ ഇപ്പം എക്സ്ട്രാ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, റൂഫല്ല ഒറിജിനൽ, ലൈറ്റ് അതെല്ലാം ഒറിജിനലാണ്. ആണല്ലേ? ഓ അത് ശരി. പിന്നെ റീഡിംഗ് ലൈറ്റ് ഞാൻ പുറകിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മമ്മി ബൈക്ക് വല്ലതും ചെയ്യണമെന്നുണ്ട്. അപ്പം മമ്മിയെ കൊണ്ടൊക്കെ ദീർഘദൂരം പോകുന്നുണ്ട് ഇതില്? മമ്മി വരുമ്പോ മമ്മിയെ കൊണ്ട് മമ്മി സ്റ്റേറ്റ്സിലാണ്, ബ്രദറിന്റെ കൂടെ തന്നെ. ചേട്ടനും സ്റ്റേറ്റ്സ്. ഓ അത് ശരി ശരി. ഓക്കെ. അപ്പൊ ഇടയ്ക്ക് പോയി വരുന്നുണ്ടോ ഇപ്പോഴും ജീപ്പും? ഇല്ല, എനിക്ക് ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരുന്നു. ഞാനത് ക്യാൻസൽ ചെയ്തു. ഞാൻ എനിക്ക് ഈ 6 മാസം കൂട്ടിരിക്കാൻ പൊക്കോണ്ടിരിക്കണമല്ലോ. പിന്നെ ഞാൻ എന്തായാലും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പോയി കണ്ടു. അടുത്ത എവിടെയെങ്കിലും കൺട്രി കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. അപ്പൊ അവിടെ ജോലി അതെ, ഞാൻ അവിടെ വാൾഗേഴ്സ് ഒരു കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഓൾമോസ്റ്റ് 9 years ആ കമ്പനി വർക്ക് ചെയ്തു. ഞാൻ അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ നേരത്തെ ഞാൻ അങ്ങോട്ട് പോയത്. ആ സമയത്ത് 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2001 ഞാൻ പോയി സ്ഥിരമായിട്ട് സെറ്റിൽ ആവുമായിരുന്നു. 10-11 years സെറ്റിലായി. അത് 11 ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ അവിടെ ഏതുകൊണ്ട് ഉപയോഗിച്ചിരുന്നത്? അവിടെ ഫോർഡ് എക്സ്പ്ലോറർ SUV ആണ്, ഓൾ വീൽ ഡ്രൈവ്. ഈ അമേരിക്കയിലൊക്കെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഗംഭീരമായിട്ട് റീസ്റ്റോർ ചെയ്ത ക്ലാസിക് വണ്ടികളാണല്ലോ. പൊടി പോലും ഇല്ലാത്ത രീതിയിലല്ലേ? അവിടുന്ന് കിട്ടിയൊരു സെൻസ് ഇതിൻ്റെ കാണുന്നുണ്ട് കേട്ടോ. അല്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിവിടെ ചെയ്യുന്ന പോലെ ഒരു മോഡിഫിക്കേഷൻ അവർ ചെയ്യല. പക്ഷേ ഈ പറഞ്ഞ പ്ലേറ്റിംഗ് ഒക്കെ ഗംഭീരമായി നീറ്റായിരിക്കും. പിന്നെ ഇടയ്ക്കിടെ റാലികൾ നടത്തും. അവരുടെ ഒരു റാലി, വിൻറ്റേജ് കാർ റാലി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് ഇറ്റലിയിൽ ഫ്ലോറൻസിൽ പോയപ്പോഴായിരുന്നു. അത് ഒരു ദിവസം ഞായറാഴ്ച രാവിലെ ഒരു ഗെറ്റ് ടുഗദറാണ് വിൻറ്റേജ് കാറുകളുടെ. കിടുങ്ങിപ്പോയി. എന്തൊക്കെ വണ്ടികൾ, എന്തൊക്കെ തരത്തിൽ ഒറിജിനൽ രജിസ്ട്രേഷൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു സീറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അല്ലേ? അതും ഫ്ലോർ ഗിയറും ഒക്കെ വന്നപ്പോഴത്തേക്കും സംഭവം കൊണ്ട് ആധുനികനായി. അതുപോലെ സീറ്റ് ബെൽറ്റും വെച്ചു. ക്യാമറ സേഫ്റ്റിയുടെ കാര്യം, ഫയർ എക്സ്റ്റിങ്വിഷർ മേടിച്ച് വെച്ചാൽ. ശരിക്കും പറഞ്ഞാൽ ഈ മോഡലിന് ഇത് വേണ്ട, സീറ്റ് ബെൽറ്റ് ഫൈൻ ചെയ്യാൻ നോക്കിയാൽ തന്നെ എൻ്റെ ഓപ്ഷൻ ഇല്ല. എങ്കിലും അത് ഈ പറഞ്ഞ US ജീവിച്ചതിൻ്റെ വന്നപ്പോൾ തന്നെ അതൊക്കെ വാങ്ങിച്ച് വെച്ച് എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്ക് സീറ്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ പണ്ടത്തെ കാലത്തെ ഏറ്റവും ഭയങ്കര സംഭവം എന്ന് പറയുന്നത് അംബാസഡർ ബാക്ക് സീറ്റ് യാത്രയായിരുന്നു അല്ലേ? ബാക്ക് സീറ്റിൽ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇത്രയും സുഖമായിട്ട് സ്പ്രിംഗ് സീറ്റ് കളഞ്ഞില്ല. ലേറ്റസ്റ്റ് മോഡൽ Isuzu വന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറിയായിരുന്നു. മാരുതി 800 പോലത്തെ ഫോം നിറച്ച ഒറിജിനൽ സ്പ്രിംഗ് സീറ്റ് ആണ്. ഭയങ്കര കംഫർട്ട് നമുക്ക്. അപ്പോൾ സസ്പെൻഷൻ കൂടാതെ മറ്റൊരു സസ്പെൻഷൻ നമുക്ക് ഇതിനകത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വളരെ വിശാലമാണ്. അത് അന്ന് തൊട്ട് നമ്മൾ ഈ തൈ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പക്കയായിരുന്നു ഇവരുടെ കാര്യത്തിൽ. പിന്നെ ഈ വലിയ സെൻട്രൽ ടണലൊന്നുമില്ല. അതുകൊണ്ട് 3-4 ഇതിൻ്റെ അതൊക്കെ കയറിയിരുന്ന 7-8 പേരാ ഇടിച്ച് തള്ളി. ഡ്രൈവർ ഒരു മൂലയിൽ തള്ളി വെളിയിലോട്ട് അങ്ങനെ ഇരിക്കും, കൈയൊക്കെ വെച്ചിട്ട്. ബാക്കി ഇടിച്ച് കയറുന്ന പതിവായിരുന്നു. എന്തായാലും ഇപ്പോഴും ആ സീറ്റൊന്നും മാറ്റിയിട്ടില്ല. വളരെ കംഫർട്ടബിളാണ്. ലെഗ് സ്പേസ് അതൊന്നും ഒട്ടും മോശമല്ല. പിന്നെ അതാ ഡോറിൻ്റെ കാര്യത്തിൽ മുന്നിൽ കാണുന്ന പോലെ തന്നെ ഡോർ ഹാൻഡിലും അതുപോലെ തന്നെ ഗ്ലാസ് തിരിച്ച് തന്നെയുള്ള സംവിധാനങ്ങൾ. പിന്നെ ഇതായിരുന്നു എക്സ്ട്രാ ഇല്ലാതിരുന്നത്, ഫിറ്റ് ചെയ്തു. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ പണ്ടൊക്കെ ഇത് കണ്ടിരിക്കുന്നത് നമ്മൾ കാലിലാണല്ലോ ലൈറ്റിന്റെ ഡിപ്പർ ഉള്ളത്. അത് മാറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായി പുതിയ ആൾക്കാരുടെ പാട്ടോ പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ ഡിം അടിക്കുന്ന എപ്പോഴും കയ്യിലാണല്ലോ ഇപ്പോഴത്തെ വണ്ടികളുടെ. പക്ഷെ മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. താഴെയായിട്ടൊരു ഒരു കുറ്റി പോലെ സാധനം നിൽക്കും. അപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് വേണം ഡിം അടിക്കാൻ. അത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ക്ലച്ച് കാലെടുത്താലേ പറ്റൂ. കാരണം 2 കാലിലേ നമുക്കുള്ളൂ. ഒരു കാലം ആക്സിലേറ്റർ, ഒരു കാലം എടുത്തിട്ട് ഇതിലിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ രസകരമായ കാര്യമാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാലുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അല്ല, സെൻസ് ചെയ്യുന്നത് എവിടെ ഇരിക്കുന്നത്. അതൊക്കെ വിചിത്രമായ കാര്യം. അതൊക്കെ ഇതിന്ന് ഇതൊക്കെ മാറ്റണം. അതേ ഞാൻ പറഞ്ഞത് കുറച്ച് ആധുനികമാക്കിയിട്ടുണ്ട് ഈ കാലത്തിന് ചേരുന്ന രീതിയിൽ. പക്ഷേ ആ ഒറിജിനാലിറ്റി നിലനിർത്തിയിട്ടുണ്ട്. നമുക്ക് എഞ്ചിൻ ഒന്ന് തുറന്ന് കാണാം. തീർച്ചയായിട്ടും. ഇതിൻ്റെ എഞ്ചിൻ തുറക്കുന്ന റൈറ്റ് സൈഡോ ലെഫ്റ്റോ? ലെഫ്റ്റ് സൈഡില്ല. പഴയ മോഡലൊക്കെ ലെഫ്റ്റ് സൈഡായിരുന്നു. ഓക്കെ, എന്നാൽ ഒന്ന് തുറന്ന് കാണാം. വളരെ നീറ്റായിട്ട് തന്നെ സംഭവങ്ങൾ ഇപ്പോഴും അല്ലേ? അല്ല, കുറച്ച് ചെളിയായി. അല്ല, എന്നാലും സാധാരണ ഇത് എത്ര വർഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കി വെച്ചല്ലേ? വലിയ ഒരു സ്ഥാനത്ത് ഇദ്ദേഹം ഇരിപ്പുണ്ട്. അതെ, ശരിക്കും ഇതിന്റെ ബാറ്ററി ഇച്ചിരി വലുതാണ്. ഇതിലും വലുത് ഇന്ത്യക്ക് വരുന്ന ബാറ്ററിയാണ്. SF-ന്റെ ബാറ്ററി ഇച്ചിരി കിട്ടാൻ പാടാണ്.
എനിക്ക് തോന്നുന്നു കാണുന്ന സാധനങ്ങളെല്ലാം ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം പഴയതാണെന്ന് തോന്നുന്നു. ആണോ? അതെ അതെ അല്ലേ? പഴയ ലൂക്കാസ്. ഇത് മാറ്റിയിട്ടുണ്ട്, 2-3 അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ ഈ ലൈറ്റ് ഒക്കെ, ഈ ലൈറ്റ് ലൈറ്റ് ഒക്കെ അങ്ങനത്തെ. ഈ എഞ്ചിൻ റൂം ലൈറ്റ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും പണിയുന്ന കാണാം സ്ഥിരം. ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടുള്ള പണി. അതാ ഇവിടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കൊൽക്കത്ത എന്ന് എഴുതിയ കൽക്കട്ട. അതിൻ്റെ അടിയിൽ തന്നെ ചേസ് നമ്പറും എല്ലാം അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. എഞ്ചിൻ നമ്പർ, ടൈപ്പ് അമ്പി OHV എന്നുള്ള OHV മോഡലിൽ. അമ്പി OHV അതാണ്. ഓക്കെ ഓക്കെ. അതൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാലും ഇതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ പുതിയ വണ്ടി പോലും തുറന്നതിലും ചെളി കാണും ഇതിൻ്റെ അകത്ത്. അപ്പം ഞാൻ എന്തായാലും അംഗീകരിച്ചിരിക്കുന്നു ജിബുവിനെ ആ കാര്യത്തിൽ. അപ്പോൾ ഇനി വേണ്ടത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം അല്ലേ? ഒന്ന് ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇത്തിരി ഹെവി എഞ്ചിനൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷമായിട്ട് ഇത് ഈ 84 തൊട്ട് 30 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എഞ്ചിൻ്റെതായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. എങ്കിൽ പോലും ഇത് നമ്മളൊന്ന് ഓടിപ്പോകുന്നതൊക്കെ കണ്ടുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ഓടിച്ച് പോകുന്നതാണ് കണ്ടത്. കാരണം അത് കൂടുതൽ ഇത് തന്നെ ഓടിച്ചൊരു ശീലത്തിൻ്റെ ഒരു കാര്യം കൂടെ അതിലുണ്ടാവും. അപ്പോൾ എന്താണെന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സ്ഥിരം ഓടിക്കുന്ന പോലെ കയറി ഇരുന്ന് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഞെക്കിയൊക്കെ ഓടിച്ചുള്ള പരിചയമാണല്ലോ നമുക്കിപ്പോൾ കുറേ കാലമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജിബുവിനോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. കാരണം ഞാനൊക്കെ ഈ Mark 3 ഓടിച്ചിട്ട് ഒത്തിരി കാലമായി. അപ്പോൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവിടെയാണ്. ഓക്കെ. ഇഗ്നിഷൻ വരും, ലൈറ്റ് വന്നു. ഇനി ഈ ട്രോൺ ആയതുകൊണ്ട് സ്റ്റാർട്ട് ആക്കാം. ഇനി സ്മൂത്തായിട്ട് സ്റ്റാർട്ടായില്ല. ഓടി ഒരു 10 മിനിറ്റ് ചൂടായി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആയി. പണ്ട് അങ്ങനെയുണ്ട്, ഓടി ചൂടാണ്. ഹാൻഡ് ബ്രേക്കില്ല കേട്ടോ. ഹാൻഡ് ബ്രേക്കില്ല, ഞാനതാ നോക്കിയത്. പൊസിഷനൊക്കെ ആണെങ്കിലും താഴത്തെ പൊസിഷനൊക്കെ ആണെങ്കിലും വ്യത്യാസമുണ്ട് അല്ലേ? ഇങ്ങനെ ഓക്കെ. ഇത് നല്ല സ്മൂത്താട്ടോ. ഞാൻ വിചാരിച്ച അത്ര ഹെവിനെസ് ഇല്ല. കുഴപ്പമില്ല. 4 സ്പീഡാണ് അല്ലേ? ഒന്നുകൂടെ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് അല്ല. സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് അല്ല. പക്ഷേ ഏകദേശം ഭയങ്കര സ്മൂത്താണ്. ബെയറിംഗ് സ്റ്റിയറിംഗ് ആണ്, ബെയറിംഗ് സസ്പെൻഷനാണ്. അപ്പം കുറച്ചുകൂടെ സ്മൂത്താണ് സാധനങ്ങളെക്കാളും. നിർത്തിയിട്ടിരിക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇപ്പം പഠിച്ചു, കുഴപ്പമില്ല, ശരിയായി, സ്മൂത്തായി. അതെന്ന് വെച്ചാൽ ഈ താഴത്തെ പൊസിഷനുകളെല്ലാം വ്യത്യാസമുണ്ട്. അതായത് 3 പെഡലുകളും വളരെ അടുത്തായിരിക്കും. അപ്പോൾ ഈവൻ എൻ്റെ ഈ ഒരു ചപ്പലിൻ്റെ വീതി പോലും അതിന് കൂടുതലാണ്, വീതി കൂടുതലായിട്ട് തോന്നി. അതാണ്. ഇപ്പോൾ ഓക്കെ ആയി. പക്ഷേ നല്ല സ്മൂത്ത് കേട്ടോ. നല്ല സ്മൂത്ത്. പിന്നെ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര റോഡ് ഗ്രിപ്പ്. അത് കാരണം ഇത് 48 bhp എഞ്ചിനാണ്. 3600 RPM മാക്സിമം പവർ. അതുപോലെ 2300 RPM തൊട്ട് തന്നെ ടോർക്കിൻ്റെ കയറ് തുടങ്ങുന്നുണ്ട്. 106 Nm എന്നാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അന്നത്തെ കാലത്ത് ഇതിനേക്കാളും പക്ഷേ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന ഇസുസുവിൻ്റെ ഡീസൽ എഞ്ചിൻ അല്ലേ? ഇസുസു എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ എക്സ്പേർട്സ് ആണ്. ഇപ്പോഴും മൈലേജും കൂടുതൽ, പണിയും കുറവാണ്, എല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റ്. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വായിച്ചത് ഇതിന് 11.3 ആണ് കമ്പനി പറയുന്ന മൈലേജ്. നമുക്ക് ശരിക്കും എത്ര കിട്ടുന്നുണ്ട് ഈ എഞ്ചിന്? 16-17 കിട്ടുന്നുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് അത്ര രീതി. അതെ. അപ്പോൾ മുമ്പ് ഈ കോളം ഷിഫ്റ്റ് ആയിരുന്ന ഗിയർ നമ്മളിപ്പോൾ ഇതാക്കിയിട്ടുണ്ടല്ലോ, പ്ലാറ്റ്ഫോം ആക്കിയല്ലോ. അപ്പോൾ ആ സമയത്ത് ഗിയറിന്റെ ബാക്കി മെക്കാനിസം ഒക്കെ മാറ്റിയോ, അതോ അത് തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ല, ഈ ഒരു ഷിഫ്റ്റിംഗ് റോഡിന്റെ സംഭവം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഗിയർ ബോക്സിനുള്ള കണക്ഷൻ ഔട്ട്പുട്ട് എല്ലാം സെയിം ആണ്. ആ ഒരു ഷിഫ്റ്റിംഗ് റോഡിന്റെ കണക്ഷൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ പുതിയ മോഡിഫിക്കേഷൻ, അതായത് തൃശ്ശൂർ ഒരു ഉണ്ണിയേട്ടൻ ചേർന്നുണ്ട്. പുള്ളി ഭയങ്കര ഉസ്താദാണ് ഈ വണ്ടി പണിയുന്നത്. പുള്ളി ഈ പ്ലാറ്റ്ഫോം കോളം ഗിയർ തന്നെ 5 സ്പീഡിൽ ചെയ്യും. 5 സ്പീഡ് ഭയങ്കര പെർഫെക്ഷനാണ് പുള്ളിയുടെ പണി. പുള്ളിക്ക് ആ കറക്റ്റ് എന്തോ ഒരു നാക്കുണ്ട്, അത് കറക്റ്റ് ഇടിയുന്നത്. അത് പുള്ളിക്ക് ക്ലിക്കായിട്ടുണ്ട്. അത് ഇവിടെ കേരളത്തിൽ ആര് ഇസുസു ഉണ്ടെങ്കിലും ഈ സാധനം കോളം ഷിഫ്റ്റ് ഭയങ്കര ഡിമാൻഡാണ്.
ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഇപ്പോൾ ആളുകൾ തപ്പി നടക്കുവാണല്ലോ. അപ്പോൾ അതാക്കുമ്പോൾ ഈ പുള്ളി എടുത്താ പോകുന്നത്, ഏട്ടൻ്റെ അടുത്താ പോകുന്നത്. ശരി ശരി. ഇപ്പൊ ശരിക്കും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കിയാൽ 48 BSP എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. ഈവൻ ബൈക്കുകൾക്ക് പോലും ഉണ്ടായി കൂടുതൽ പവർ എന്ന് പറയും. പക്ഷെ എന്നാൽ പോലും ഇത് ഓടിക്കുമ്പോൾ അങ്ങനെ തീരെ ഒരു പവറില്ലാത്ത ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല. അപ്പൊ AC ഇടുമ്പോൾ ഉള്ള അവസ്ഥ എന്താ? AC ഇട്ട് നോക്കാം. ചെറിയൊരു പിടുത്തം വന്നില്ലയോ? വന്നു. AC വളരെ പവർഫുൾ ആണല്ലോ. അതെ അതെ അതെ, പഴയ ജാപ്പനീസ് AC. നാഷണൽ ആണോ? അല്ല, യോക്കോഹാമ. ഓക്കെ. ആഹാ, സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഈ പഴയ അംബാസഡർ ഓടിച്ചിട്ടുള്ളതിൽ ഏറ്റവും സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയ ഒരു എഞ്ചിനും മറ്റ് മൊത്തത്തിൽ വളരെ കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് വളരെ വലുതാണ്. ശരിക്കും പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഓടിച്ച് വളച്ചെടുക്കുന്നതിൻ്റെ ഒരു ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് വലുത് തീർച്ചയായിട്ടും അതിന് ചേരുന്ന കാര്യമാണ്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അംബാസഡറിൻ്റെ മറ്റ് സ്പെക്കൊന്നും അല്ല ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഏതായാലും ഞാനിത് വലിച്ചു പറിച്ചെടുത്ത് ജിബുവിൻ്റെ നെഞ്ച് ഇടുക്കിയായിരിക്കും ഗിയർ ഷിഫ്റ്റൊക്കെ നമ്മൾ നടത്തുമ്പോൾ. കാരണം ഇത് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് കൈക്ക് ഇണങ്ങുന്ന ഒരു വണ്ടിയല്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ജിബു ഓടിക്കുമ്പോൾ ഒന്ന് കൂടെ ഇരുന്ന് നോക്കാം. ഞാൻ ഈ ചവിട്ടുമ്പോഴെല്ലാം എൻ്റെ ചെരുപ്പിൻ്റെ അറ്റം കൊണ്ട് ആക്സിലേറ്ററാണ് വരുന്നത്. അപ്പം ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് സാധാരണ ഇത് നിർത്തിയിട്ട് അത് സേഫ് ആണോ? ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഉരുണ്ട് പോകുന്നില്ല? എന്നാലും ഞാൻ മാറിയിട്ട് ജിബു കയറാം. ഇത് ഓഫ് ചെയ്യണോ? അത് അപ്പോൾ ഇനി എങ്ങനെയാണ് സ്മൂത്തായിട്ട് ഈ വണ്ടി ഓടിക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഓടിച്ച പോലെ അല്ലാതെ. കണ്ടോ, ഇപ്പം തന്നെ ആള് മാറിയപ്പോൾ തന്നെ വണ്ടി കൂടുതൽ സ്മൂത്തായി. റൈറ്റ് എന്നിട്ട് വീണ്ടും അതിക്കൊണ്ട് അതിൻ്റെ അകത്ത് വിടുന്നു. നമ്മുടെ ഒരു സ്ഥിരം ഷൂട്ട് സ്ഥലമാണ്. പക്ഷേ ഞായറാഴ്ചകൾ രാവിലെ ഇവിടെ ഈ സ്കേറ്റിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ടേണിംഗ് റേഡിയസ് കാര്യമായിട്ടുണ്ടല്ലേ? വളച്ചെടുക്കണമെങ്കിൽ കുറച്ച് ഇതുണ്ട്. ഓടിച്ച് നാക്കായി കഴിഞ്ഞ പിന്നെ ഒരു ഞാൻ അവസാനമായപ്പോൾ ഏകദേശമൊക്കെ ഒരു ഇതിലേക്ക് എത്തിയായിരുന്നു. എങ്കിലും ഗിയറിൻ്റെ ഒക്കെ കൃത്യമായ പൊസിഷനിലേക്ക് നമ്മളൊന്ന് എത്തണമെങ്കിൽ കുറച്ചൊന്ന് ഓടിച്ചാൽ ഒരു 10-20 കിലോമീറ്റർ ഓടിച്ച് അത്രയ്ക്കും വഴങ്ങും. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ വീട്ടിലുണ്ടായിരുന്നത് ഫിയറ്റാണ്. അത് കുറച്ചുകൂടി വൽമിനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണല്ലോ ഇതിനെ കൊണ്ട് നടക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് തിരിക്കാം, അവിടെ തിരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഏതൊരു പുതിയ വണ്ടി ചെയ്യുന്ന പോലെ മോഡിഫൈ ചെയ്ത് എടുക്കുകയല്ല വേണ്ടത്. കൃത്യമായ രീതിയിൽ ക്ലാസിക് ടച്ചോടുകൂടി റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ ഒറിജിനൽ, റൂഫൊക്കെ ഒറിജിനലാണ്. അതിൻ്റെതായ ഭംഗി തീർച്ചയായിട്ടും എല്ലായിടത്തും നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ യാദൃശ്ചികമായിട്ട് വഴിയിൽ വെച്ച് കണ്ട ഒരു വാഹനം അവസാനം നമ്മുടെ കൈകളിലെത്തിയ സന്തോഷമുള്ള ദിവസമാണ്. അതിന് തീർച്ചയായിട്ടും ജിബുവിനോട് നന്ദി പറഞ്ഞു. കാരണം നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ജിബു അത് കണ്ടിരുന്നില്ല. പിന്നീട് ആരോ പറഞ്ഞാണ്, ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അങ്ങനെ കണ്ടത്. എന്നാലും അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ നമ്മൾ ഈ വണ്ടി ഇന്നിപ്പോൾ റിവ്യൂ ചെയ്തിരിക്കുകയാണ്. റിവ്യൂ എന്നൊന്നും പറയാനില്ല, കാരണം ഇത് റിവ്യൂ ചെയ്യേണ്ട ഒരു വണ്ടിയല്ല. പക്ഷേ നിങ്ങളിതിനൊരു ഭംഗി കാണിക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരിക്കലും നമ്മൾ അംബാസഡറിൽ ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ കാണാത്ത അത്രയും മനോഹരമായിട്ടാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറേയൊക്കെ ആധുനിക കാലത്തിന് ചേരുന്ന രീതിയിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം ദീർഘകാലം നിങ്ങൾക്കിനി ഈ റോഡിൽ ഈ വാഹനങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ രാവിലെ ജിബുവിനോട് പറയുന്നത്, ഇന്നലെ ഞാൻ ഒരാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് വെറുതെ അദ്ദേഹം ചോദിച്ചു നാളെ ഏതാ വണ്ടി ഷൂട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു നന്നായിട്ട് രജിസ്റ്റർ ചെയ്തൊരു അംബാസഡറാണ്. ഒരു ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ചു. കാരണം അതുപോലെ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു അംബാസഡർ എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും എൻ്റെയും ജിബുവിൻ്റെയും വക ബൈ. ജിബു ഒരു ബൈ പറഞ്ഞേക്കാം നമ്മുടെ വ്യൂവേഴ്സിനോട്. ബൈ.